ഹലോ, ഇന്ന് നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെന്താ കൈനറ്റിക് എനർജി മുമ്പ് പഠിച്ചു കഴിഞ്ഞു. എന്താണ് കൈനറ്റിക് എനർജി? ദ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ അല്ലേ. പൊട്ടൻഷ്യൽ എനർജി അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതിൻ്റെ പൊസിഷൻ കൊണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ കൊണ്ട് ഒരു ബോഡി പൊസസ് ചെയ്യുന്ന എനർജിയാണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി. അതിൻ്റെ പൊസിഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ, അതായത് സ്ട്രെയിന് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ കൊണ്ടോ ഒരു ബോഡിക്ക് കിട്ടുന്ന എനർജിയാണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി എന്നത്. അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് വർക്ക് ദാറ്റ് the body can do when it moves from its present position to some standard position R0. ഒരു R എന്ന പൊസിഷനിൽ നിന്നും R0 എന്ന പൊസിഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ബോഡിക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കിൻ്റെ എമൗണ്ട് ആയിട്ടാണ് ഇത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടു കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവിനെ ഫോഴ്സസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി ഏത് ഫോഴ്സസിനെയാണ് അസോസിയേറ്റ് ചെയ്യുന്നത്? കൺസർവേറ്റീവ് ഫോഴ്സസിന് മാത്രമേ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ബോഡി R to R0 മൂവ് ചെയ്യുന്ന ബോഡി മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ത് ഫോഴ്സ് ആയിരിക്കും? കൺസർവേറ്റീവ് ഫോഴ്സസ് ആയിരിക്കും. അതായത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു R to R0 മൂവ് ചെയ്യുന്ന ഒരു ബോഡി കൺസിഡർ ചെയ്യുന്നത്, R to R0 മൂവ് ചെയ്യുന്ന ഒരു ബോഡിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ എനർജി നമുക്കറിയാം എന്താണ്? വർക്ക് ഡൺ ആണ്. ഇവിടെ നമ്മൾ കണ്ടു അല്ലേ, വർക്ക് ഡൺ ബൈ ദ ബോഡിയാണ്. അപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം എന്താണ്? വർക്ക് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ F.dr. ഓക്കെ, അപ്പോൾ ഈ വർക്ക് ഡൺ ആയിട്ട് എന്തായിട്ട് മാറുക എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുക. ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഈ വർക്ക് ഡൺ ആണ്. R to R0 മൂവ് ചെയ്യാനുള്ള വർക്ക് ഡൺ ആണ്. അപ്പം പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് U(R) എന്നാണ്. അതൊരു പൊസിഷൻ്റെ, അതായത് സ്റ്റേറ്റ് ഓഫ് പൊസിഷൻ, അതിൻ്റെ പൊസിഷൻ കൊണ്ടുണ്ടാകുന്ന എന്താണ്? എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. സോ അത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് R. അത് എന്താണ്? ഇൻ്റഗ്രൽ R to R0 F.dr എന്നാണ് അതിന് നമ്മൾ എഴുതുക. ഇതെന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇറ്റ്സ് എന്താണ്? സ്കെയിലാർ പ്രൊഡക്റ്റ്, ഫോഴ്സിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും സ്കെയിലാർ പ്രൊഡക്റ്റ്, ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടും. ഇവിടെ F എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ്, ഈ ബോഡി മേലെ ആക്ട് ചെയ്യുന്ന കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സസിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയായിരുന്നു നമ്മൾ കണ്ടത്? ഇലാസ്റ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ഇതിൽ നമ്മൾ R to R0 എന്നുള്ള മൂവ്മെൻറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഓക്കെ, ഇതിൽ R0 നമ്മളൊരു സ്റ്റാൻഡേർഡ് പൊസിഷനാണ് എടുക്കുക. ഇതിൽ സ്റ്റാൻഡേർഡ് പൊസിഷൻ എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് പൊസിഷൻ R0 എന്താണ് നമ്മൾ ടേക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ആ R0 എന്നുള്ള പൊസിഷനിൽ ബോഡിമേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആയിരിക്കണം. ഇപ്പം സ്ട്രെച്ച്ഡ് സ്പ്രിങ്ങിൻ്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും ഫോഴ്സ്? സ്റ്റാൻഡേർഡ് പൊസിഷൻ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ഫോഴ്സ് ആക്ട് ചെയ്യാത്ത കണ്ടീഷൻ ഏതാണ്? അൺസ്ട്രെച്ച്ഡ്, അത് സ്ട്രെച്ച് ചെയ്യപ്പെടാത്ത കേസാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് പൊസിഷൻ എന്ന് പറയാം. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സസിൻ്റെ കേസിലാണെങ്കിൽ എന്താണ്? ഇത് എവിടെയാണ് ഫോഴ്സ് 0 എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക? അത് എവിടെയായിരിക്കണം? ഇൻഫിനിറ്റി പോയിൻ്റ്, അറ്റ് ഇൻഫിനിറ്റിയിൽ നമുക്ക് പറയാം എന്ത്? ഇത്തരത്തിലുള്ള ഫീൽഡുകൾ ആക്ട് ചെയ്യുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെയും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെയും കേസിൽ സ്റ്റാൻഡേർഡ് പൊസിഷൻ R0 നമ്മൾ ഇൻഫിനിറ്റിയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കേസിൽ എന്താണ്? R0 is equal to ഇൻഫിനിറ്റി. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? U(R) is equal to ഇൻ്റഗ്രൽ R to R0 ഇൻഫിനിറ്റിയാണ്. ഇൻഫിനിറ്റിയിൽ F.dr ആണ് എന്ത്? ഗ്രാവിറ്റേഷണൽ ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, ഇവിടെ എന്താണ്? വർക്ക് ഡൺ ബൈ ദ ബോഡിയാണ് അല്ലേ. ഈ കൺസർവേറ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് F എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ R to ഒരു R0 എന്നുള്ള സ്റ്റാൻഡേർഡ് പൊസിഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താണ്? വർക്ക് ഡൺ ബൈ ദ ബോഡി. ഈ ബോഡിക്ക് ചെയ്ത എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആണ് എന്തായിട്ടും ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ
നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നു? നമ്മളിവിടെ പറഞ്ഞു കൺസർവേറ്റീവ് ഫീൽഡ് അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെന്താ, നമ്മൾക്കറിയാം എല്ലാ കൺസർവേറ്റീവ് ഫോഴ്സ്, ഏതൊരു ഫോഴ്സാണോ നമുക്ക് എഫ് എന്നുള്ളൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ കൗണ്ടറായിട്ട് എന്തുണ്ടാവും? -F എന്നുള്ളൊരു നെഗറ്റീവ് ഫോഴ്സ് നമുക്ക് ഈ ബോഡി മേൽ ആക്ട് ചെയ്യിച്ചാൽ എന്താവും? ഈ ബോഡി മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും അല്ലേ, 0 ആക്കാൻ പറ്റും. അപ്പോൾ ഏതൊരു ഫോഴ്സിൻ്റെ കേസിലും എഫ് ഉണ്ടെങ്കിൽ അതിനൊരു -F ഒരു കൗണ്ടർ ബാലൻസിങ് ഫോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബോഡി മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് ക്യാൻസൽ അല്ലെങ്കിൽ ഈക്വലൈസ് അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ പറ്റും. സോ എന്താണ്, ഇവിടെയാണെങ്കിലും ഇവിടെ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സിന് നമുക്കൊരു കൗണ്ടർ ബാലൻസിങ് ഫോഴ്സ് നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് FA എന്നാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്, നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലേ. F = -FA ആയിരിക്കും. കാരണം എന്താണ്, ഈ എഫിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ഒരു -FA എന്നുള്ള ഫോഴ്സ് നമുക്ക് ഏതൊരു ഫോഴ്സിനും കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോഴ്സിന് ഒരു ബോഡി ആണെങ്കിൽ ഈ എഫ് എന്നുള്ളത് എന്തിന് ഈക്വലായിരിക്കും? -FAക്ക് ഈക്വലായിരിക്കും. ഈ -FAയും എഫ് ഈക്വലായിരിക്കും. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ FA എന്നുള്ളൊരു ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഇതിന് തുല്യമായിരിക്കും. ഓക്കെ, ഇതിൻ്റെ സൈൻസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് എന്താകും, ഇത് ക്യാൻസലായിപ്പോവും. ഈ ബോഡീൻ്റെ ഈ FA എന്നുള്ള ഫോഴ്സ് ഇതിനെ ബാലൻസ് ചെയ്യും. കൗണ്ടർ ബാലൻസിങ് ഫോഴ്സ് FA നമ്മൾ ഡിനോട്ട് ചെയ്തു. സോ ഇവിടെ മുകളിലുള്ള ഈ എക്സ്പ്രഷനിൽ നമ്മൾ എഫിന് പകരം -FA എന്ന് കൊടുത്താലോ, U(r) എന്താകും നമ്മളെ കേസ്? R to ∞ എഫിന് പകരം നമുക്ക് ഒരു -FA ഏതൊരു ബോഡിക്കും നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ, .dr എന്ന് കിട്ടും. അപ്പം എക്സ്പ്രഷൻ എന്തായി മാറി? = -R to ∞ F.dr. ഇവിടെയൊക്കെ സിമ്പിൾ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സുകളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. സോ എന്താണ് ഇവിടെ ഇൻ്റഗ്രൽ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പൊസിഷൻസ് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ∞ R F.dr എന്ന് FA.dr. ഇത് നമ്മളെ നോർമൽ ഫോഴ്സ് അല്ല, ഇതിൻ്റെ കൗണ്ടർ ഫോഴ്സ്, പുറത്തു നിന്നുള്ള ഒരു അപ്ലൈഡ് ഫോഴ്സാണ് ഇത്. ഓക്കെ, ഇത് നമ്മളൊരു കണ്ടീഷൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, പൊട്ടൻഷ്യൽ എനർജിയെ നമുക്ക് രണ്ടാമതൊരു ഡെഫിനിഷനാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. നേരത്തെ എന്താണ്, ഫോഴ്സ് വർക്ക് ഡൺ ബൈ ദ ബോഡിയാണ്. വർക്ക് ഡൺ ബൈ ദ ബോഡി for conservative forces acting on the body. So the body is moving from R to ∞. R to ∞ മൂവ് ചെയ്യാൻ ബോഡിക്ക് വർക്ക് ഡൺ ബൈ ദ ബോഡിയാണ്. ആ വർക്ക് ഡൺ ബോഡിയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, U(r) എന്നുള്ള ഈ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് എന്ത് കിട്ടി? പൊട്ടൻഷ്യൽ എനർജിയുടെ മറ്റൊരു ഡെഫിനിഷൻ കിട്ടി. എന്താണ്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി അറ്റ് എ പൊസിഷൻ R is also defined as amount of work that has to be done by an applied force in moving it from infinity to that point R. ഒരു ആറിൽ നിന്നുള്ള പോയിന്റിലേക്ക് ഒരു ബോഡി ഇൻഫിനിറ്റി ടു R മൂവ് ചെയ്യുമ്പം എന്താണ്, FA ഒരു ഫോഴ്സ് വർക്ക് എന്താണ്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി അറ്റ് പൊസിഷൻ R is also defined as amount of work that has to be done by an applied force. ഒരു അപ്ലൈഡ് ഫോഴ്സ് ചെയ്യേണ്ട, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്യേണ്ട വർക്ക് ഡൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. ഒരു സ്റ്റാൻഡേർഡ് പൊസിഷനിൽ നിന്നും, അതായത് ഇൻഫിനിറ്റി എന്നുള്ള ഒരു പോയിന്റിൽ നിന്നും ഈ കറണ്ട് പൊസിഷനിലേക്ക് വരുമ്പോൾ പുറത്തു നിന്നൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ ആണ് ഇത്തരം കേസുകളിൽ പൊട്ടൻഷ്യൽ എനർജി. നേരത്തെ കേസിൽ എന്താണ്, കൺസർവേറ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അത്തരത്തിലുള്ള എന്താണ്, ബോഡി ചെയ്ത വർക്ക് ഡൺ ഈ പൊസിഷനിൽ നിന്നും ഇൻഫിനിറ്റി പൊസിഷനിലേക്ക് പോകാനുള്ള വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് നമ്മളവിടെ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, ഇവിടെ എന്താണ്, നമ്മൾ R to ∞, ഒരു R നിന്നും ഒരു സ്റ്റാൻഡേർഡ് പൊസിഷനിലേക്കുള്ള മൂവ്മെൻറ്റാണ് എടുത്തത്. ഇനി നമ്മൾ R1 to R2 എന്നുള്ള ഒരു മൂവ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് വർക്ക് ഡൺ എന്താണ്, വർക്ക് ഡൺ = R1 to R2 F.dr ആണ്. ഓക്കെ, ഈ വെക്ടർ സൈനൊക്കെ ഇടാൻ മറന്നു പോകരുത്. വർക്ക് ഡൺ സ്കെയിലറാണ്, അപ്പോൾ അതിന് ഒരു വെക്ടർ സൈനിൻ്റെ ആവശ്യമില്ല. ഇതിനെ നമുക്ക് എന്തായിട്ട് ഡിഫൈൻ ചെയ്യാം?
ഇത് കൺസർവേറ്റീവ് ഫോഴ്സസിൻ്റെ കേസാണ് അല്ലേ. പാത്ത് ഇൻഡിപെൻഡൻറ്റ് ഫോഴ്സാണ്. അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ജസ്റ്റ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്സിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. സോ എന്താണ് ഈ വർക്ക് ഡൺ എന്താണ്, U1 നിന്നും U2 ഉള്ള പൊട്ടൻഷ്യൽ എനർജീസിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് അല്ലേ. ഈ വർക്ക് ഡൺ ബൈ ദ ബോഡിയാണ്. U1 നിന്ന് ഒരു R1 എന്നുള്ള R2ലേക്ക് പോകുമ്പോൾ ഈ ബോഡിയിൽ എന്തായി, വർക്ക് ഡൺ ബൈ ദ ബോഡിയാണ് ഇതിൻ്റെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അല്ലേ. പോയിൻ്റ് 1-ൽ R1 എന്നുള്ള പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണോ R2ലെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും വർക്ക് ഡൺ ആയിട്ട് മാറുക. ഓക്കെ, രണ്ട് പോയിൻറ്റ്സിലുള്ള എനർജി ഡിഫറൻസ് എന്തായിട്ട് മാറും, വർക്ക് ഡൺ ബൈ ദ ബോഡി ആയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ U1 മൈനസ് U2 ആണ് നമ്മുടെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് വർക്ക് ഡൺ ആയിട്ട് മാറുക. ഓക്കെ, ഈ എക്സ്പ്രഷൻ ക്ലിയർ അല്ലേ. ഇതിനെ നമുക്ക് എന്താണ്, എഫിനെ നമുക്ക് കണ്ടു, ഏതൊരു കൺസർവേറ്റീവ് ഫോഴ്സിനെയും നമുക്ക് എന്താണ് അതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു കൗണ്ടർ ഫോഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. അത് എന്തിന് ഈക്വൽ ആയിരിക്കും, -FAക്ക് ഈക്വൽ ആയിരിക്കും. ഈ FAൻ്റെ F ഇത് തന്നെയാണ്, പക്ഷെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ ദിസ് അപ്ലൈഡ് ഫോഴ്സസ് നമുക്ക് എന്തായിട്ട് എഴുതാം, -FA എന്നുള്ളൊരു ഫോഴ്സ് നമുക്ക് ഏതൊരു കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ കേസിലും കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം ഈ എക്സ്പ്രഷൻ എഫിന് പകരം നമുക്ക് -F എന്ന് ഈ എക്സ്പ്രഷനിൽ കൊടുത്താലുള്ള ചേഞ്ച് നമുക്ക് നോക്കാം. U1 മൈനസ് U2 ഈ രണ്ട് പൊസിഷനിലുള്ള ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണിത്. ഇതാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. R1 to R2 എഫിന് നമുക്ക് എഴുതാം, -FA.dr എന്ന് എഴുതാം. ഓക്കെ, ഈ മൈനസ് സൈന് നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊടുത്താൽ മാറി, ഇത് എക്സ്പ്രഷൻ ചേഞ്ച് ആയി. U2 മൈനസ് U1 ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ R1 to R2 FA.dr. ഓക്കെ, FA.dr അതായത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഇക്വേഷൻ ഇസ് ദാറ്റ് ഈ എക്സ്പ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഫോമർ കേസിൽ വർക്ക് ഡൺ ബൈ ദ ബോഡിയാണ് അല്ലേ, വർക്ക് ഡൺ ബൈ ദ ബോഡി. അപ്പം അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യാണ്. ഫസ്റ്റ് പൊസിഷനിൽ എത്രയാണോ അതിലും കുറവായിരിക്കും സെക്കൻഡ് പൊസിഷനിലുണ്ടാവുക, അപ്പോൾ ഡിക്രീസ് ചെയ്യുകയാണ്. U1 മൈനസ് U2. ഇതിൽ വർക്ക് ഡൺ ബൈ ദ ബോഡിയാണ്. രണ്ടാമത്തെ കേസിലോ ഈ എക്സ്പ്രഷനിലേക്ക് വരുമ്പോൾ ഇതൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ ആണ്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിലായിരിക്കും എനർജി കൂടുതൽ അല്ലേ. വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ വെൻ ഇറ്റ് മൂവ്സ് ഫ്രം ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ U2 മൈനസ് U1 ഇത് എക്സ്റ്റേണൽ ഫോഴ്സാണ്. ഇത് നമ്മളെ അപ്ലൈഡ് ഫോഴ്സാണ്. ഓക്കെ, ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഈ ഭാഗമൊക്കെ ക്ലിയർ അല്ലേ നിങ്ങളെല്ലാവരും? ഷോർട്ട് നോട്ട് ഇന്നിപ്പോൾ എന്തൊക്കെയോ പരിപാടി ഫങ്ഷൻസൊക്കെ ഉള്ളതുകൊണ്ട് നോട്ട്സ് അയക്കേണ്ട എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് എന്തായാലും ക്ലാസ് കേട്ടിട്ട് മനസ്സിലാവാത്ത ഭാഗമൊക്കെ എന്നോട് ഡൗട്ട് ചോദിക്കേണ്ടതാണ്, അത് ക്ലിയർ ആക്കണം. സോ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഫോഴ്സ് ആസ് ദി നെഗറ്റീവ് ഗ്രാഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഫോഴ്സ് ആസ് ദി നെഗറ്റീവ് ഗ്രാഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ നമ്മളൊരു ഡെറിവേഷനിലേക്കാണ് പോകുന്നത്. പൊട്ടൻഷ്യൽ എനർജിയെ നെഗറ്റീവ് ഗ്രാഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഫോഴ്സ് ആക്കിയിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ആ ഒരു ഡെറിവേഷനിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. നിങ്ങൾക്ക് ഗ്രാഡിയൻ്റ് എന്നുള്ള ഓപ്പറേറ്റർ, ഡെൽ ഓപ്പറേറ്ററൊക്കെ ക്ലിയർ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. വാട്ട് ഈസ് ഡെൽ ഓപ്പറേറ്റർ? ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററാണിത്. ഇതെന്ന് വെച്ചാൽ ∂x പ്ലസ് ∂y_j പ്ലസ് ∂z_k. ഇതാണ് ഡെൽ ഓപ്പറേറ്റർ എന്നാണ് ഇതിന് പറയുക. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് മുമ്പോട്ട് കാണാം. നമ്മൾ വാട്ട് ഈസ് വർക്ക് ഡൺ? വർക്ക് ഡൺ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും അല്ലേ. അതിൻ്റെ എക്സ്പ്രഷൻ -∞ to r F.dr. ഇവിടെയൊക്കെ ക്ലിയർ അല്ലേ? എക്സ്പ്രഷനൊക്കെ മുകളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. എഫ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിനെന്തൊക്കെ ഉണ്ടാവും? കമ്പോണൻസ് ഉണ്ടാവും അല്ലേ. XY/Z ഡയറക്ഷനിൽ കമ്പോണൻ്റ് ഉണ്ടാവും. അതിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ എഴുതിയാൽ Fxi പ്ലസ്
വൈ ജെ പ്ലസ് എഫ് സെഡ് കെ. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള എക്സ്പ്രഷൻ. ഓക്കെ. പിന്നെ ഡി ആർ എന്ന് പറയുന്നത് ലൈൻ എലമെൻ്റ് എന്താണ്? ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ. ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ. ഈ രണ്ട് എക്സ്പ്രഷനുകൾ വെക്റ്റർ ക്വാണ്ടിറ്റീസിൻ്റെ എക്സ്പ്രഷൻസ് നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുക്കാം. പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ പ്ലസ് എഫ് സെഡ് കെ ഡോട്ട് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഓക്കെ, ക്ലിയർ അല്ല എല്ലാവർക്കും? എന്നിട്ടോ നമുക്കത് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞ് എന്ത് ചെയ്താൽ മതി? എക്സ് വൈ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇൻഫിനിറ്റി ടു ആർ എഫ് എക്സ് ഐ പ്ലസ് എന്താണ്? ഐ ഡോട്ട് ഐ ആണ് 1, ജെ ഡോട്ട് ജെ ആണ് 1, കെ ഡോട്ട് കെ ഇസ് ഈക്വൽ ടു 1. പിന്നെന്താ? ഐ ഡോട്ട് j is equal to 0, I dot k is equal to 0, j dot k is equal to 0. ഇത് ഈ എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെന്താ? ഈ യൂണിറ്റ് വെക്റ്റേഴ്സ് തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ 1 ആവും, ഈ യൂണിറ്റ് വെക്റ്റേഴ്സ് എടുത്താൽ 0 ആകും. അപ്പം നമ്മുടെ എക്സ്പ്രഷൻ എന്തായിട്ട് മാറി? എഫ് എക്സ് ഡി എക്സ് പ്ലസ് എഫ് വൈ ഡി വൈ പ്ലസ് എഫ് സെഡ് ഡി സെഡ് എന്നായിട്ട് നമ്മുടെ എക്സ്പ്രഷൻ മാറി. അപ്പോൾ യു ഓഫ് ആർ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടി. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? യു ഒരു ഫംഗ്ഷൻ എന്തിനൊക്കെ ഫംഗ്ഷനാണ്? എക്സിൻ്റെയും യു ആറിൻ്റെ ഫംഗ്ഷനാണ് അല്ലേ? ആർ എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് 3 ഡയറക്ഷൻസ് ഉണ്ടല്ലേ, ലൈൻ എലമെൻറ്റ്സ്. അപ്പം യുവിനെ ഞാൻ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യാൻ പോവുകയാണ്. അതായത് ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈ ഡോ യു ബൈ ഡോ സെഡ് ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും ഡോ യു ബൈ ഡോ സെറ്റും. ഇത്തരത്തിലുള്ള കൺസെപ്റ്റ് നിങ്ങൾ മാത്സിൽ ക്ലിയർ ആക്കി എടുക്കണം. ഡൗട്ടുള്ളവരിപ്പോൾ ചോദിക്കേണ്ടതാണ്. ഇവിടെ പാർഷ്യൽ ഡിഫറൻസിയേഷനിലൊക്കെ ഇതിവിടെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ആറ് എന്തിനൊക്കെ 3 എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിവിടെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യുന്നത്. ഈ എക്സ്പ്രഷൻ നമ്മൾ മുകളിൽ ഇതിനെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡോ യു ബൈ ഡോ എക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്ത്? മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ എഫ് എക്സ് ഡി എക്സ് പ്ലസ് എഫ് വൈ ഡി വൈ പ്ലസ് എഫ് സെഡ് ഡി സെഡ്. ഓക്കെ, ഇവിടെ എക്സ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡെറിവേറ്റീവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഈ 2 എക്സ്പ്രഷൻസ് ക്യാൻസൽ ചെയ്ത് പോകും, കാരണം ഇതിൽ വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം എന്ത് കിട്ടി? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ എഫ് എക്സ് ഡി എക്സ് എന്ന് കിട്ടി. ബ്രാക്കറ്റ് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്താൽ എന്ത് കിട്ടി? മൈനസ് നമ്മൾ പുറത്തെടുത്തു, ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ എഫ് എക്സ് ഡി എക്സ് എന്ന് കിട്ടി. എന്താണ്? ഇൻ്റഗ്രേഷനും ഡെറിവേഷനും എന്താണ്? ഇൻവേഴ്സസ് ആണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? മൈനസ് എഫ് എക്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സെയിം നമ്മൾ ഡോ യു ബൈ ഡോ വൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം മെത്തേഡ് ഉപയോഗിച്ച് എന്താണ്? എഫ് എക്സ് ഡി എക്സും എഫ് സെഡ് ഡി സെഡും ക്യാൻസൽ ചെയ്യും. രണ്ടാമത്തെ പിന്നെ ബാക്കിയുള്ളത് മൈനസ് എഫ് ഐ എന്ന് കിട്ടും. അതുപോലെ ഡോ യു ബൈ ഡോ സെഡ് നമുക്ക് മൈനസ് എഫ് സെഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പം എന്താണ്? ഇതിൽ നിന്നും നമുക്ക് എഫ് എക്സ് എന്തായിട്ട് എഴുതാം? മൈനസ് ഡോ യു ബൈ ഡോ എക്സ് എന്നും, എഫ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ വൈ എന്നും, എഫ് സെഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ സെഡ് എന്നും നമുക്ക് എഴുതാം. ഇതിന് നമുക്ക് എന്തറിയാം? ഫോഴ്സ് ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ പ്ലസ് എഫ് സെഡ് കെ എന്നാണ് നമുക്കറിയുന്നത്. അപ്പം ഈ എഫ് എക്സിൻ്റെയും എഫ് വൈൻ്റെയും എഫ് സെഡിൻ്റെയും എക്സ്പ്രഷൻ ഇവിടെ നിന്ന് നമ്മൾ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? മൈനസ് ഡോ യു ബൈ ഡോ എക്സ് ഐ പ്ലസ് മൈനസ് ഡോ യു ബൈ ഡോ വൈ ജെ പ്ലസ് മൈനസ് ഡോ യു ബൈ ഡോ സെഡ് കെ. ഓക്കെ, ഇതിൽ മൈനസ് സൈൻ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഡോ യു ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ യു ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ യു ബൈ ഡോ സെഡ്
കെ. ഓക്കെ, ഹോളായിട്ട് ഒരു നെഗറ്റീവ് സൈൻ പുറത്തുണ്ട്. അപ്പോൾ എന്താണ്, വാട്ട് ഈസ് എഫ്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് എന്താണ്, ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ. ഓക്കെ, ഇതിന് എന്താണ്, എന്തിൻ്റെ മേലെയാണ്, യു മേലാണ് ആക്ട് ചെയ്യുന്നത്. വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് ഡെൽ ഓപ്പറേറ്റർ. ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഡെൽ ഓപ്പറേറ്റർ എന്ന് നമ്മൾ വിളിക്കും. സോ മൈനസ് ഡെൽ യു എഫ് ഇസ് ഈക്വൽ ടു എന്താണ്, മൈനസ് ഡെൽ യു. അതായത് ഇത് ഗ്രാഡിയൻ്റ് ആണെന്നാണ് നമ്മൾ പറയുക. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ യു. കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ദി നെഗറ്റീവ് ഓഫ് ദി ഗ്രാഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി യു. അപ്പം 1 ഡയമെൻഷൻ്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും, ഇതിന് എക്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. സോ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ എക്സ്, ഓർ എന്താണ്, ഡി മൈനസ് ഡി യു ബൈ ഡി എക്സ്. ഓക്കെ, എന്താണ്, ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് നെഗറ്റീവ് ഓഫ് ദി ഗ്രാഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഈ എക്സ്പ്രഷൻ നിങ്ങൾ ക്ലിയർ ആയിരിക്കണം. എന്താണ് ഡെൽ ഓപ്പറേറ്റർ, എന്താണ് ഗ്രാഡിയൻ്റ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും മാത്തമാറ്റിക്കൽ ക്ലാസ്സുകളിൽ. സോ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ യു, 1 ഡയമെൻഷൻ്റെ കേസിൽ മൈനസ് ഡി യു ബൈ ഡി എക്സ്. ഓക്കെ, കുറച്ച് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യുക, ഡൗട്ടുള്ളവരൊക്കെ ചോദിക്കുക. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്.